അതായത് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇന്നലെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലടക്കം ഉള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം രാഷ്ട്രീയമായിട്ട് CPM ഭരിക്കുന്ന BJPക്ക് വലിയ ഇടമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കേരളത്തെ അവഗണിക്കുകയാണ് എന്ന തോന്നലാണ് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക. താങ്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ശബ്ദത്തിലെ അഗ്രസീവായിട്ടുള്ള ടോണ് ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങനെ ജനം വിചാരിക്കും? ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിചാരവും ഇല്ല. ജനങ്ങൾക്ക് നല്ല വിചാരമാണ്. കേരളത്തിലെ മാധ്യമങ്ങളും ഈ CPM കാരും കോൺഗ്രസ്സുകാരും മാത്രമേ ഇത് ഉന്നയിക്കുള്ളൂ. മൂപ്പര് ചോദിച്ചല്ലോ STRFിൽ കമ്മിറ്റഡാണ്. എന്ത് കമ്മിറ്റഡ്? മാർച്ച് മാസം 2024 മാർച്ചിൽ 394 കോടി രൂപ ബാക്കി കിടക്കുക. ഈ 394 രൂപ നിങ്ങൾ എന്തുകൊണ്ടെടുത്ത് വയനാട്ടിലെ കാര്യങ്ങൾ ചെയ്തില്ല? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ല. നിങ്ങളുടെ പിണറായി വിജയനും കൂട്ടർക്കും ലോകം മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. 394 കോടി രൂപയുടെ വികസന പ്രവർത്തനം നിങ്ങൾ ചെയ്തോ? 2024 മാർച്ചിൽ കിടക്കണ ബാക്കി പൈസയല്ലേ? കമ്മിറ്റഡ് അല്ലല്ലോ. നിങ്ങൾ ചെയ്തോ? ശരി, ഞാൻ 7:50 ഞാൻ പോവും. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ പറയട്ടെ. സനീഷേ, ഈ ബജറ്റ് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും ഗുണകരമായ ബജറ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഈ സാലറി ക്ലാസ്സിൽ, കാരണം കേരളത്തിലെ 19% DA കുടിശ്ശികയായി കിടക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാർക്ക് 5 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന ജീവനക്കാർക്ക് 19% കുടിശ്ശിക കൊടുക്കാൻ ഈ സർക്കാർ കഴിയാണ്ട് കിടക്കുകയാണ്. അവർക്കാണ് ഈ വലിയ 12 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ളവർക്കുള്ള ഈ ആദായ നികുതി ഇളവ് കേരളത്തിലെ മധ്യവർഗത്തിന് ഏറ്റവും വലിയ ഗുണമാണ്. 1. 2, ടൂറിസം. ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ടൂറിസം. ആ ടൂറിസം എന്ന് പറയുന്നത് ഹെൽത്ത് ടൂറിസം, പിലിഗ്രിമേജ് ടൂറിസം. അതിലെ ഹെൽത്ത് ടൂറിസം ഏറ്റവും കൂടുതൽ ഗുണകരമായി വരാൻ പോകുന്നത് കേരളത്തിലാണ്. കാരണം ഇന്ത്യയിൽ കേരളത്തിലെ ഹെൽത്ത് ഡെവലപ്മെൻറ്റ്, ഹെൽത്തുമായി ബന്ധപ്പെട്ട നൂതനമായ ശസ്ത്രക്രിയകളും നൂതനമായ സാങ്കേതികമായ പലതരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ടൂറിസം ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നു. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട് ആശുപത്രികളിലും ക്യാൻസർ യൂണിറ്റുകൾ വരാൻ പോകുന്നു, ക്യാൻസർ കേന്ദ്രങ്ങൾ വരാൻ പോകുന്നു. എന്ന് മാത്രമല്ല MSME, ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് MSMEക്ക് 3,40,000 MSME ഞങ്ങൾ ഈ പിണറായി സർക്കാർ തുടങ്ങിയതാ പറഞ്ഞേ. ഇതുവരെ 50 കോടി രൂപയായിരുന്നു അതിൻ്റെ ബേസ്. ആ ബേസ് ഇന്ന് 50 ലക്ഷമായിരുന്നു. അതിപ്പോൾ 1,25,00,000 ബേസ് ഉയർത്തി. എന്ന് പറഞ്ഞാൽ MSMEക്ക് 1,25,00,000 വരെ മൂലധനം ഇറക്കുന്നതിന് MSMEയിൽ ഉൾപ്പെടുത്തും. MSMEയിൽ ഉൾപ്പെടുത്തിയാൽ വരാൻ പോകുന്നത് എന്താ? 20 കോടി രൂപ വരെ പലിശ ഇളവിൽ ബാങ്കിൽ നിന്ന് പലിശ കിട്ടും, മുദ്രാ ലോൺ കിട്ടും, പലിശ ഇളവിലുള്ളത് കിട്ടും, സ്റ്റാർട്ടപ്പ്, അങ്ങനെ നിരവധി പദ്ധതികൾ. ഇതെല്ലാം ഉണ്ടാക്കുന്നതും